പാലില്ല എന്നൊക്കെ ഇങ്ങനെ പച്ചക്ക് നിനക്ക് പാലില്ലാത്തതുകൊണ്ടാണ് കുഞ്ഞ് കരയുന്നത്, കുഞ്ഞിന് വിശപ്പ് കേടാത്തതുകൊണ്ടാണ് കുഞ്ഞ് കരയുന്നത്, പാലുണ്ട് കുഞ്ഞ് കുടിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും മറ്റുള്ളവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് പാലില്ല എന്ന് കേൾക്കുന്നതാണ് സൊസൈറ്റിക്ക് കുറച്ചും കൂടി സന്തോഷം കിട്ടുന്ന കാര്യം. പ്രസവ ശേഷം നമ്മൾ വെള്ളം കുടിക്കരുത്, വയറ് ചാടും, മുറിവുണങ്ങാനായിട്ട് പാടായിരിക്കും, അതുകൊണ്ട് നമുക്ക് വെള്ളം തരാതേക്ക് ഇരിക്കും കേട്ടോ. പണ്ടുള്ളവര് അല്ലെങ്കിൽ കുറെ ആൾക്കാർക്ക് കുഞ്ഞ് കരയുന്നതിന്റെ റീസൺ പാലില്ലാത്തത് ആണ്, കുഞ്ഞിന് വിശന്നിട്ടാണ്, കുഞ്ഞിന് ആവശ്യത്തിന് പാല് കിട്ടുന്നില്ല എന്നുള്ള ഒരു റീസൺ മാത്രമാണ് അവർ കാണുന്നത്. അത് 40 ദിവസം വരെ നമ്മൾ ആ മുറി വിട്ട് വെളിയിൽ ഇറങ്ങാൻ പാടില്ല, ആ കട്ടിലയിൽ തന്നെ നീണ്ടു നിവർന്ന് കിടക്കണം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രസവശേഷമുള്ള പെൺകുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രസവാനന്തര ശുശ്രൂഷയുടെ പേരിൽ നടക്കുന്ന കുറെ ദുരാചാരങ്ങൾ ഉണ്ട് കേട്ടോ. അതിന്റെ സത്യാവസ്ഥ എന്തൊക്കെയാണ്, ഇതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ടോ, എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം അതിൽ സത്യം ഉണ്ടെന്നൊക്കെ ഉള്ളതാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് പറയും. പ്രസവ ശേഷം നമ്മൾ വെള്ളം കുടിക്കരുത്, വയറ് ചാടും, മുറിവുണങ്ങാനായിട്ട് പാടായിരിക്കും, അതുകൊണ്ട് നമുക്ക് വെള്ളം തരാതേക്ക് ഇരിക്കും കേട്ടോ. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് കോമൺ ആയിട്ട് കുറെ ആൾക്കാർ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ, വെള്ളം കുടിക്കാൻ കൊടുക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത്. ഇതിനകത്ത് ശാസ്ത്രീയമായിട്ട് ഒരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ് കേട്ടോ സത്യം. വെള്ളം കുടിക്കാൻ കൊടുക്കാതിരുന്നാല് നമുക്ക് യൂറിൻ ഇൻഫെക്ഷൻ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ കുഞ്ഞിന് പാല് കൊടുക്കുന്നതാണ്, കുഞ്ഞിന് പാല് കൊടുക്കണമെങ്കിൽ നമ്മൾ ആവശ്യത്തിലധികം വെള്ളം കുടിക്കണം. അപ്പം വെള്ളം കുടിക്കാതിരുന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും, നമുക്ക് എല്ലാത്തിനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വെള്ളം കുടിച്ചിരിക്കണം. അപ്പൊ നിങ്ങൾ നോക്കാൻ നിൽക്കുന്നവര് പറയാണ് വെള്ളം കുടിക്കരുത്, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയാണ്, വരുന്നവര് പറയാണ് വെള്ളം കുടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, വെള്ളം ധാരാളം കുടിക്കുക, അത് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ രണ്ടാമതായിട്ട് പറയണത് 40 ദിവസം വരെ നമ്മൾ ആ മുറി വിട്ട് വെളിയിൽ ഇറങ്ങാൻ പാടില്ല, ആ കട്ടിലയിൽ തന്നെ നീണ്ടു നിവർന്ന് കിടക്കണം എന്നുള്ള കാര്യമാണ് കേട്ടോ. നമുക്ക് 40 ദിവസം വരെ നമ്മളും കുഞ്ഞും മാത്രമായിട്ട് ആ മുറിയിൽ അടച്ചിരിക്കുന്ന ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് കഴിക്കാനുള്ള ഫുഡ് വരെ നമ്മുടെ മുറിയിൽ എത്തിച്ചു തരുന്നു, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു സ്വാതന്ത്ര്യം ഇല്ലാത്തൊരവസ്ഥ. ഭയങ്കരമായിട്ട് നമുക്ക് അതിനകത്ത് നമ്മൾ സ്ട്രെസ് അനുഭവിക്കുകയുള്ളൂ കേട്ടോ. കാര്യം ഒന്നാമത് കുഞ്ഞിന്റെ കരച്ചില്, അതിൻ്റെ ഇടയിൽ നമ്മൾ എഴുന്നേറ്റ് നിന്ന് നടക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെങ്കിലോ. അപ്പോൾ ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പുറത്തേക്ക് ഇറങ്ങരുത്, നമ്മളെ മറ്റുള്ളവർ കാണരുത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങണോ, ഇറങ്ങിക്കോ, നിങ്ങളുടെ സിറ്റ് ഔട്ടിലേക്കൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നടക്കാം. ഇപ്പൊ പറയുന്ന ആൾക്കാർ പറയുന്നത് നിങ്ങൾ മുറിയിൽ നിന്ന് വെളിയിൽ ഇറങ്ങരുത്, പക്ഷെ ഹോസ്പിറ്റലിലൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോവാം. അതെന്ത് ശാസ്ത്രീയമായ വശമാണ് അതിനകത്തുള്ളത്, എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങളുടെ മനസ്സമാധാനമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്കൊന്ന് ഇറങ്ങി നടക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യൂ, അല്ലാതെ നിങ്ങൾ അതിനകത്ത് തന്നെ അടച്ച് കെട്ടിയിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സ്ട്രെസ് ആവുകയുള്ളൂ കേട്ടാ. പിന്നെ പറയും നമ്മൾ തല നിറച്ച് എണ്ണ വെക്കണം, മുടി ചീവാൻ പാടില്ല, അങ്ങനെയൊക്കെ പറയൂട്ടെ. തല നിറച്ച് എണ്ണ വെക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവണില്ല. കുറെ പേര് പറയുന്നത് തല നിറച്ച് എണ്ണ വെച്ചാലാണ് പാല് നല്ലോണം വരുള്ളൂ എന്നൊക്കെ പറയാം. അതും ഇതുമായിട്ട് ഒരു ബന്ധവും കേട്ടാ. നമുക്ക് തലയിൽ എണ്ണ വെക്കാം, നല്ലതാണ് തലയ്ക്ക്. നല്ലൊരു ഹോട്ട് ഓയിൽ മസാജോ അതൊക്കെ കൊടുത്ത് നമ്മുടെ തല നല്ലോണം മസാജ് ചെയ്ത് ഒരു അരമണിക്കൂർ നേരമൊക്കെ നമ്മുടെ തലയിൽ എണ്ണ വെക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ അങ്ങനെയാണ് ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അരമണിക്കൂറിന് ശേഷം മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാമ്പുവോ താളിയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് നമ്മുടെ മുടിയിൽ ആ എണ്ണമയം നമ്മൾ കഴുകി കളയാൻ വേണം. അതല്ലാതെ ആ എണ്ണ തലയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ താരനും ബാക്കി ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ വന്ന് കൂടുതൽ വഷളാവുകയുള്ളൂ. അല്ലാതെ 40 ദിവസം വരെ ആ ഫുള്ളായിട്ട് എണ്ണ വെച്ച് നമ്മൾ കഴുകാതിരിക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ മുടി ചീവരുത് എന്ന് പറയും. മുടി ചീവാതിരുന്ന് 40 ദിവസം വരെ മുടി ചീവാതിരുന്ന് കഴിഞ്ഞാൽ മുടി ജട പിടിച്ച് നാശമായി പോവുള്ളൂ. അപ്പൊ അതിലൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ എന്താ പറയാ, പ്രസവിക്കാൻ വേണ്ടി പോകുന്നവരും പ്രസവിച്ച് കഴിഞ്ഞിട്ടുള്ളവർക്കും ഒരു പേടി സ്വപ്നം എന്ന് പറയുന്നത് വേദുകുളിയുടെ പേരിൽ നടക്കുന്ന ഒരു അനാചാരം എന്ന് വേണമെങ്കിൽ, അന്ധവിശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം. വേദുകുളി എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യമാണ്. അതായത് മരുന്നൊക്കെ ഇട്ടിട്ട് നമ്മൾ 40 ദിവസം വരെ കുളിക്കുന്നത്, അത് നല്ല റിലാക്സിങ് ആണ്, നമ്മുടെ ബോഡി പെയിനൊക്കെ പോകാൻ വളരെ നല്ലതാണ്. പക്ഷെ അത് ചെയ്യുന്നതിന് ഒരു ക്രമമൊക്കെ ഉണ്ട്. അതായത്
പണ്ടുള്ളവർ പറയുന്നത്, ഇപ്പോഴും പണ്ടുള്ളവരെന്ന് പറയുന്നില്ല, ഇപ്പോഴും ആൾക്കാർ വിശ്വസിക്കുന്നത് ആ വേദുകുളിക്ക് ഉപയോഗിക്കുന്ന ആ വെള്ളം നല്ല തിളച്ച ആവി പറക്കുന്ന ആ വെള്ളം വെച്ച് നമ്മൾ നല്ലോണം ആ സ്റ്റിച്ചിലേക്കൊക്കെ അടിച്ചൊഴിച്ചാലാണ് സ്റ്റിച്ച് പൊട്ടുന്നതും വേഗം മുറിവ് ഉണങ്ങുന്നതും പെയിൻ റിലീഫ് കിട്ടുന്നതും എന്നൊക്കെ പറയുന്നത് എത്ര വലിയ പൊട്ടത്തരമാണെന്നറിയാമോ? അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ ഏതെങ്കിലും ഒരു ശരീരഭാഗത്തേക്ക് തിളച്ച വെള്ളം വീണാലുള്ള അവസ്ഥ എന്തായിരിക്കും? അത്രയും ഭാഗം പൊള്ളി പോകൂലേ? അപ്പൊ നമ്മ അത്രയും ഇതിലൊക്കെ എന്തെന്ന് കഴമ്പിരിക്കുന്നെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇതൊന്നും ഞാൻ അനുഭവിച്ചിട്ടേ ഇല്ല കേട്ടോ. അത് നിങ്ങളും അനുഭവിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ആരെങ്കിലുമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ വാതുറന്ന് പറഞ്ഞോളൂ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ശരീരത്തിന് സഹിക്കാൻ പറ്റുന്ന ചൂടുണ്ട്, ആ ചൂടിൽ മാത്രം ഒഴിച്ചാൽ മതി. നിങ്ങൾ സിറ്റ് ബാത്ത് ചെയ്യുന്നവരുണ്ടാവുമല്ലോ, ആ ഒരു സ്റ്റിച്ച് പെയിൻ കുറയാനും സ്റ്റിച്ച് വേഗം പൊട്ടിപ്പോവാനും ഒക്കെ വേണ്ടിയിട്ട് സിറ്റ് ബാത്ത് ചെയ്യാം. ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് സിറ്റ് ബാത്ത് ചെയ്യാം, അതും വളരെ നല്ലതാണ്. അതും ചെറു ചൂടുവെള്ളത്തിൽ, അല്ലാതെ പൊള്ളി ആവി പറക്കുന്ന തിളച്ച വെള്ളത്തിലല്ല കയറി ഇരിക്കേണ്ടത്. അത് നിങ്ങളോട് ആരെങ്കിലും അങ്ങനെ ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി റോങ് ആണ്, നിങ്ങളത് ചെയ്യരുത് കേട്ടോ. കുഞ്ഞുങ്ങൾ ആദ്യത്തെ ആ 2 മാസമൊക്കെ ഭയങ്കര കരച്ചിലായിരിക്കും കേട്ടോ. അതായത് അത് എന്ത് റീസൺ കൊണ്ടാണെങ്കിലും എപ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കും. ചിലപ്പം വിശന്നിട്ട് കരയാം, ഉറക്കം വന്നിട്ട് കരയാം. കൂടുതലും കുഞ്ഞുങ്ങൾ കരയുന്നത് കോൾഡ് പെയിൻ വന്നിട്ടായിരിക്കും. ഈ വയറുവേദന, ഗ്യാസ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും കൂടുതലും കരയുന്നത്. ആദ്യത്തെ 2 മാസമൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും കേട്ടോ ഇവർക്ക്. എന്താണെന്ന് വെച്ചാൽ ഇവർ കമന്ന് വീഴാതിരിക്കുന്ന ഒരു സമയമാണല്ലോ. കമന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ അത്ര പേടിക്കാനില്ല. കാര്യം കമന്ന് വീണ് കഴിയുമ്പോഴത്തേക്കിനും ഇങ്ങനെ കമന്ന് കിടക്കുമ്പോൾ അവരുടെ ഗ്യാസ് പെട്ടെന്ന് പോകാനൊക്കെ ഭയങ്കര ചാൻസ് കൂടുതലായതുകൊണ്ട് കമന്ന് വീണ് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. അപ്പൊ ഞാൻ 56 ആയപ്പോഴാണ് ഹസ്ബൻഡ് വീട്ടിലോട്ട് പോയത്. അപ്പോഴേക്കും കുഞ്ഞു പയ്യെ കരച്ചിലൊക്കെ കുറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ അതിശയിച്ചു പോയിട്ടുണ്ട്. എൻ്റെ അടുത്തേക്കാ ചോദിക്കും, നീയല്ലേ പറഞ്ഞത് ഇപ്പം ഭയങ്കര കരച്ചിലാണെന്ന് ആ സമയത്തൊക്കെ. ഞാനവർക്ക് ഇവനല്ലേ ഇത്രയും നാൾ കരഞ്ഞുകൊണ്ടിരുന്നു, ഇവിടെ വന്നപ്പോഴത്തേക്കും കുഴപ്പമില്ല, അവനതായിട്ട് പെട്ടെന്ന് ഇതായിട്ട് കരച്ചിലൊക്കെ കുറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, കുഞ്ഞുങ്ങൾ ഭയങ്കര കരച്ചിലായിരിക്കും ആ സമയത്ത്. അപ്പം വരുന്നവരും പോകുന്നവരും ഒക്കെ നമ്മൾക്ക് ജഡ്ജ് ചെയ്യാൻ വേണ്ടി നിൽക്കും. കുഞ്ഞു കരയുന്നത് പാലില്ലാഞ്ഞിട്ട്, കുഞ്ഞു കരയുന്നത് പാലില്ലാണ്ട്. ഇത് ഈ ഒരു കുത്തുവാക്ക് കേട്ട് 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 മനസ്സ് മരവിച്ചിരിക്കുന്ന കുറേ അമ്മമാരുണ്ടാവും. നിങ്ങൾ അതൊന്നും കേട്ട് വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പാലുണ്ടോ, നിങ്ങളുടെ കുഞ്ഞു കുടിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അത് നിങ്ങൾ മര്യാദക്ക് ചെയ്യുന്നുണ്ട്, കുഞ്ഞു മര്യാദക്ക് പാൽ കുടിക്കുന്നുണ്ട്, ഒരു ദിവസം ഒരു 10-12 പ്രാവശ്യമൊക്കെ മൂത്രം ഒഴിക്കുന്നുണ്ട്, മോഷൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആര് പറയുന്നത് മൈൻഡ് ചെയ്യേണ്ട. കുഞ്ഞിന് ആവശ്യത്തിന് ഫുഡ് കിട്ടുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ. പിന്നെ 6 മാസം വരെ കുഞ്ഞിന് വേറെ ഒരു മുലപ്പാലല്ലാതെ വേറെ ഒരു ഫുഡിന്റെയും വെള്ളത്തിന്റെയും പോലും ആവശ്യമില്ല. പാലിനകത്ത് കുഞ്ഞിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. 6 മാസം വരെ കുഞ്ഞിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉണ്ടാവുള്ളൂ. അപ്പം 6 മാസം കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം ഫുഡ് കൊടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ. കുറേ എന്താ പറയുക, കുഞ്ഞ് കരയുന്ന റീസൺ എല്ലാം കുഞ്ഞിന് ആവശ്യത്തിന് പാല് കിട്ടാനിട്ടാണ്. ഇതാണ് കാര്യം, ഇത് മാത്രമാണ് കാരണം എന്ന് വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷെ കുഞ്ഞിന് കുഞ്ഞിൻ്റെതായിട്ടുള്ള എല്ലാ ഇമോഷൻസും പ്രകടിപ്പിക്കുന്നത് കുഞ്ഞ് കരഞ്ഞുകൊണ്ട് മാത്രമാണ് ആ സമയത്ത്. അപ്പൊ അല്ലാതെ പാലില്ലാത്തത് കൊണ്ട് മാത്രമല്ല. എത്ര അമ്മമാരാണ് ഇങ്ങനെ വേദനിക്കുന്നത്, പാലില്ല എന്നൊക്കെ ഇങ്ങനെ പച്ചക്ക്, നിനക്ക് പാലില്ലാത്തതുകൊണ്ടാണ് കുഞ്ഞ് കരയുന്നത്, കുഞ്ഞിന് വിശപ്പ് കേടാത്തതുകൊണ്ടാണ് കുഞ്ഞ് കരയുന്നത്. പാലുണ്ട്, കുഞ്ഞ് കുടിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും മറ്റുള്ളവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് പാലില്ല എന്ന് കേൾക്കുന്നതാണ് സൊസൈറ്റിക്ക് കുറച്ചും കൂടി സന്തോഷം കിട്ടുന്ന കാര്യം. പിന്നെ ഞാൻ യോജിക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഫോൺ നോക്കരുത് എന്ന് പറയും. കാര്യം നമ്മൾ ഫോൺ നോക്കുന്നത് എപ്പോഴും നമ്മുടെ കുഞ്ഞ് ഉറങ്ങിയതിന് ശേഷമായിരിക്കും. അപ്പം നമ്മൾ ഫോൺ നോക്കി നമ്മുടെ ടൈം ഫുള്ളായിട്ട് നമ്മൾ ഫോണിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള ടൈം കിട്ടില്ല. അത് മാത്രമല്ല, ഇപ്പൊ രാത്രിയിലൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലും ഫോൺ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് അടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഉറക്കം വരില്ല നമുക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് കുഞ്ഞ് ഉറക്കം എണീച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഉറങ്ങാനും പറ്റില്ല. അപ്പൊ നമുക്ക് റെസ്റ്റ് കിട്ടേണ്ട ടൈമും കുറയും. അതേപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉറക്കം വരികയില്ല. നമുക്ക് ഉറങ്ങാൻ തോന്നുമ്പോഴത്തേക്കും കുഞ്ഞ് സമ്മതിക്കുകയില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം വരും. അത് കാരണം കൊണ്ട് ഫോൺ മാക്സിമം നോക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്.
പിന്നെ പറയും നമ്മൾ പ്രസവിച്ച് കിടക്കുന്ന റൂമിലേക്ക് നമ്മുടെ ഹസ്ബൻഡിനെ കയറ്റി വിടാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ കയറ്റി വിടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അവർക്ക് ഇപ്പം നമ്മൾ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ കൂടുതലും നമുക്ക് സന്തോഷവും എന്താ പറയുക സമാധാനവും ഒക്കെ കിട്ടുന്നത് ചിലപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് വന്ന് തൊട്ടടുത്ത് ഇരിക്കുമ്പോഴായിരിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ അവർ കുറച്ച് നേരം വെറുതെ വിടും. മറ്റുള്ളവർ പണ്ടുള്ളവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഉടനെ അടുത്ത കുട്ടിയാവും എന്നാണ് അവർ പേടിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചും കൂടിയും അവെയറാണ്. അവർക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അതിൻ്റെ പ്രിക്കോഷൻസും പ്രിവെൻഷൻസും അതേപോലെ തന്നെ ഗർഭനിരോധന മാർഗങ്ങളും ഒക്കെ അറിയാവുന്നതാണ്. ഓ ഓ സോറി ട്ടാ, ഇടയ്ക്കിടയ്ക്കാവും വന്നിട്ട് ഇങ്ങനെ ഉമ്മ എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. സോറി ട്ടാ. അപ്പോൾ അതാണ്. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിക്കോഷൻസും കാര്യങ്ങളും പ്രിവെൻഷനും ഗർഭനിരോധന മാർഗങ്ങളും എല്ലാം അവർക്ക് അറിയാം. അപ്പോൾ അവരെ കുറച്ച് സമയം വെറുതെ വിട്ടോളൂ. അങ്ങനെ പേടിക്കേണ്ട ആവശ്യം ഇപ്പോഴത്തെ ജനറേഷനിലുള്ളവർ പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അവിടെ ഇരുന്ന് ഓരോരോ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അവനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. എന്താ അപ്പോൾ അത്രയാണ് കാര്യങ്ങൾ. പിന്നെ എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ വലിച്ചൊക്കെ ഇങ്ങനെ നമ്മളെ കണ്ടാൽ പേടി വരും. ആ രീതിയിലാണ് നമ്മൾ ആ സമയത്തൊക്കെ പ്രസവിച്ച് കിടക്കുന്നത്. നമ്മളോട് ചെയ്യുന്നത് പോട്ടെ, കുഞ്ഞിൻ്റെ കാര്യത്തിന് നമ്മളിങ്ങനെ കൺവശയൊക്കെ ഇങ്ങനെ എഴുതി കണ്ണിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വലിച്ച് നീട്ടി എഴുതിയാലാണ് കണ്ണ് നല്ല വിടർന്ന് വരുള്ളൂ എന്നൊക്കെയുള്ള കുറേ അന്ധവിശ്വാസങ്ങളുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൺമഷിയോ പൗഡറോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്. ഇതൊക്കെ ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളിങ്ങനെ കണ്ണെഴുതി കൊണ്ട് കണ്ണ് വിടർന്നു വരുമോ, തല നല്ലോണം ഉരുട്ടിയത് കൊണ്ട് തല ഉരുണ്ട് വരുമോ, അങ്ങനെയൊന്നും ഇല്ലാത്ത ഇതെല്ലാം കുറേയൊക്കെ ജനറ്റിക്കാണ്. പിന്നെ കുറേയൊക്കെ നമ്മൾ മസാജിങ്ങിലൂടെയൊക്കെ നമുക്ക് എന്താ പറയുക ചെയ്യാൻ പറ്റുന്നതുമുണ്ട്, ശരിയാണ്. പക്ഷെ കണ്ണൊക്കെ ഇങ്ങനെ വലിച്ചു നീട്ടിയൊക്കെ കണ്ണേ എഴുതാൻ പാടില്ല. ഞാൻ ഐബൂസിൻ്റെ കണ്ണ് ഇതുവരെ എഴുതി കൊടുത്തിട്ടില്ല. കണ്ണിൻ്റെ അടിയിൽ ഞാൻ പിരിവ് എഴുതി കൊടുക്കാറുണ്ട്, കണ്ണിൻ്റെ ഉള്ളിൽ ഞാൻ എഴുതി കൊടുക്കാറില്ല കേട്ടോ. അവനവിടെ അലമ്പായി തുടങ്ങി. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനി എന്തൊക്കെ വീഡിയോസാണ് വേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസും ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് ഞാൻ ചെയ്യണമെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോസ് ചെയ്യണതായിരിക്കും കേട്ടോ. അപ്പോൾ ശരി, ടാറ്റ ബൈ ബൈ, സീ യു.